بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട കവി ബൂസൂരി ഇമാം അവർകൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനെ സംബന്ധിച്ച്, അവിടുത്തെ ഖുർആൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. فما تعد ولا تحصى عجائبها ولا تسام على الإكثار بالسأم. فما تعد, അതുകൊണ്ട് ആ ആയത്തുകളെ എണ്ണപ്പെടുകയില്ല. വലാ തുഹ്സ അജായിബുഹ, ആ ആയത്തിൻ്റെ അത്ഭുതങ്ങളെ കണക്കാക്കപ്പെടാൻ സാധിക്കുകയില്ല. വലാ തുസാമു അലൽ ഇക്സാരി, ധാരാളം ആവലിൻ്റെ മേൽ വിശേഷണം പറയപ്പെടുകയില്ല. അതായത് ആയത്തുകൾ വർദ്ധിച്ചതിൻ്റെ പേരിൽ എന്നിട്ട് ആയത്തുകൾ തുടർന്നിങ്ങനെ ഓതി പിന്നെയും ഓതുന്നു, ആ അധികരിപ്പിക്കുന്നതിൻ്റെ മേൽ വിശേഷണം പറയപ്പെടുകയില്ല. ബിസ്സാമി, മടി പിടിക്കൽ കൊണ്ട് വിശേഷണം പറയപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ ധാരാളം പ്രാവശ്യം, ഒരുപാട് പ്രാവശ്യം ഖുർആൻ ഓതുമ്പോഴും പിന്നെയും ഓതാനാണ് അവനക്ക് തോന്നുന്നത്. ഒരു മടിയും അതിൽ ഉണ്ടാവുകയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത്വം എന്ന് പറയുന്നത്. കറച്ച് ബിഹാ ഐനു ഖാരിഹാ ഫഖുൽതു ലഹു ലഖദ് ലഫിർത ബിഹബ്ലില്ലാഹി ഫഅതസിമി. കറച്ച് ബിഹാ, ആ ആയത്തുകളെ കൊണ്ട് കുളിർമയായിരിക്കുന്നു. ഐനു ഖാരിഹ, അതിനെ ഓതിയവൻ്റെ കണ്ണ് കുളിർമയായിരിക്കുന്നു. ഫഖുൽതു ലഹു, അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ലഖദ് ലഫിർത, തീർച്ചയായിട്ടും നീ വിജയിച്ചിരിക്കുന്നു. ബിഹബ്ലില്ലാഹി, അള്ളാഹു നിനക്ക് തന്ന സൗഭാഗ്യത്തിൻ്റെ കാരണം കൊണ്ട്, ഓതാൻ വേണ്ടി നിനക്ക് തന്നൊരു കാരണമുണ്ടല്ലോ, അതുകൊണ്ട് നീ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫഅതസിമി, നീ അള്ളാഹുവിൻ്റെ ആ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നീ മുറുകെ പിടിച്ചോ. അള്ളാഹുവിൻ്റെ കയറുകൊണ്ട്, അതൊരു കയറാണ്, അത് നീ മുറുകെ പിടിച്ചോ, അതാണ് നീ രക്ഷപ്പെടും. ഇൻതത്ലുഹാ ഖൈഫതം മിൻ ഹർരി നാരിലല്ലാ അദ്ഫഅത ഹർറലല്ലാ മിൻ വിർദിഹ ശബിമി. ഇൻതത്ലുഹാ, ആ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തുകൾ നീ ഓതുകയാണെങ്കിൽ, ഖൈഫത്തം മിൻ ഹർരി നാരിലല്ലാ, ആളിക്കത്തലുടേതായ നരകത്തിൻ്റെ ചൂടിൽ നിന്ന് ഭയപ്പെട്ടതിന് വേണ്ടി നീ അതിനെ ഓതുകയാണെങ്കിൽ, അത്ഫഅത, നീ കടത്തിക്കളയും, ഹർറലല്ലാ, ആ ആളിക്കത്ത് നരകത്തിൻ്റെ ചൂടിനെ നീ കടത്തിക്കളയും. എന്തിനാൽ? മിൻ വിർദിഹ, ആ ആയത്തുകളെ നീ ഓതിയതിനാൽ. അശബിമി, ആ വായയിൽ വരുന്നതായ ആ തണുത്തതായ ആ വെള്ളത്തിനാൽ നീ എന്താക്കും? ആ ഓദ്യ കാരണം കൊണ്ട് നീ ആ ചൂടിനെ കടത്തിക്കളയും. എന്ന് പറഞ്ഞാൽ, നീ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നീ ഓതുന്നത് നരകത്തിൽ നിൻ്റെ ചൂട് പേടിച്ചിട്ടാണ്. എന്നാൽ നിൻ്റെ നാവിൽ വരുന്ന ആ ഓരോ ഓത്തിന് കാരണം കൊണ്ട്, ആ നാക്കിൻ്റെ ആ വെള്ളം കാരണം കൊണ്ട്, തണുത്ത വെള്ളം കാരണം കൊണ്ട് ആ നരകത്തിൻ്റെ ചൂടിനെ കടത്തിക്കളയാൻ നിനക്ക് സാധിക്കും എന്നാണ് കവി പറയുന്നത്. കഅന്നഹൽ ഹൗദു തബയല്ലുൽ വുജൂഹു ബിഹി മിനൽ ഉസാതി വഖദ് ജാഉഹു കൽ ഹുമമി. കഅന്നഹ, തീർച്ചയായിട്ടും ആ ആയത്തുകൾ ആയതുപോലെയുണ്ട്. അൽ ഹൗദു, ഒരു ഹൗദുൽ കൗസർ ആയതുപോലെയുണ്ട്. എങ്ങനെ ഹൗദുൽ കൗസർ? തബിയദ്ദുൽ വുജൂഹു ബിഹി, ആ ഹൗദുൽ കൗസർ കൊണ്ട് മുഖങ്ങൾ പ്രകാശിക്കും. മിനൽ ഉസാത്തി, തെറ്റ് കാരണം ചെയ്തതിനാൽ ആ കരിഞ്ഞു പോയ മുഖങ്ങൾ അത് പ്രകാശിപ്പിക്കും. എങ്ങനെയുള്ളതായ മുഖങ്ങളാണ്? വഖദ് ജാഉഹു കൽ ഹുമമി, ആ ഹൗദിൻ്റെ അടുക്കൽ അവർ വന്നിരിക്കുന്നു. കൽ ഹുമമി, കരിക്കട്ടകളെപ്പോലെ വന്നിരിക്കുന്നു. മുഖം കറുത്ത് ആ തെറ്റ് കാരണം കൊണ്ട് കരിക്കട്ടകളായ, ആ കരി പിടിച്ച ഒരു തീക്കട്ട കരിഞ്ഞ് കരിക്കട്ടകളെ പോലെ ആയ നിലയ്ക്ക് അവർ വന്നിരിക്കുന്നു. അങ്ങനെയുള്ളതായ മുഖങ്ങളെ ഈ ഖുർആൻ കൊണ്ട് അവനക്ക് പ്രകാശിപ്പിച്ചു കളയും എന്നാണ് പറയുന്നത്. വകസ്സിറാത്തി വകൽ മീസാനി മഅദിലതൻ ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമി. ആ ആയത്തുകൾ കസ്സിറാത്തി, പാലം പോലെയാണ്. വകൽ മീസാനെ, അത് തുലാസ് പോലെയാണ്. മഅദിലത്തിൻ, നീതിൻ്റെ വിഷയത്തിൽ ഒരേപോലെയാണ്.
ഫൽ ഖിസ്തു എന്നാൽ നീതി മിൻ ഗൈരിഹ ആ ആയത്തുകൾ അല്ലാത്ത കിതാബുകളിൽ നിന്നിട്ട് ഫിന്നാസി ജനങ്ങളിൽ ലം യക്കും അത് നിലനിൽക്കൊള്ളുകയില്ല, അതിനക്ക് ഒരു നിലനിൽപ്പുണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ ആയത്തിൽ സിറാത്ത് പാലം പോലെ സമമായി നിൽക്കുന്നതാണ്, മീസാൻ തുലാസ് പോലെ ഒരേപോലെ നിൽക്കുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ്റെ ആയത്തുകൾ. അത് നീതി കൽപ്പിക്കുന്നതാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അല്ലാത്തതിൽ ഒരു പക്ഷേ അത് നിലകൊള്ളണമെന്നില്ല നീതി. അങ്ങനെയാണ് ഈ ഖുർആൻ ഉള്ളത്. വളരെ നിലക്ക് നല്ല രീതിയിലാണ് നീതി കൽപ്പിച്ചിട്ടുള്ളത്, നല്ല രീതിയിലാണ് അതിൽ നീതിയും ഉള്ളത് എന്നാണ് പറയുന്നത് കവി. ലാ തഅജബൻ ലിഹസൂദിൻ റാഹ യുൻകിറുഹാ തജാഹുലൻ വഹുവ ഐനുൽ ഹാദിഖിൽ ഫഹിമി. ലാ തഅജബൻ നീ അതിശയപ്പെടണ്ട, ലിഹസൂദിൻ അസൂയക്കാരെ നീ അസൂയ ചെയ്തതിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയതായ ഈ പ്രധാനപ്പെട്ട മുജിസത്താകുന്ന ഖുർആൻ കൊണ്ട് അസൂയ വെക്കുന്നവരെ നീ അതിശയപ്പെടരുത്. എങ്ങനെയുള്ളവരാണ്? റാഹ യുൻകിറുഹ അവർ ആ ആയത്തുകൾ നിഷേധിക്കുന്നവരായി പോയി. തജാഹുലൻ അവർ ജഹല് അതായത് അറിവില്ലായ്മ നടിച്ചതിന് വേണ്ടി. വഹുവ എത്തരത്തിൽ അവൻ ഐനുൽ ഹാദിഖിൽ ഫഹമി വളരെ നല്ല പാണ്ഡിത്യമുള്ള ഒരു തടിയാണ്, ഒരു നല്ല പാണ്ഡിത്യമുള്ളവൻ തന്നെയാണ്. പക്ഷേ ആ പാണ്ഡിത്യമുള്ളതിനോട് കൂടി തന്നെ അവൻ അറിവില്ലാത്തത് നടിച്ചവനായിട്ട് അവൻ നിഷേധിക്കുന്നു. അത് അസൂയ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ അതിശയപ്പെടരുത്. കാരണം അവനക്ക് സത്യം മനസ്സിലായിട്ടുണ്ട്, പക്ഷേ സത്യത്തിന് മനസ്സിലാക്കാനുള്ള ആ യഥാർത്ഥ ഒരു മനസ്സ് അവനക്ക് ഇല്ല എന്നാണ് ഈ കവിയുടെ നമുക്ക് പറഞ്ഞു തരുന്നത്. കത്തുൻകിറുൽ ഐനു ളൗഅ ശംസി മിൻ റമദിൻ വയുൻകിറുൽ ഫമു തുഅമൽ മാഇ മിൻ സഖമി. അതാ കത്തുൻകിറുൽ ഐനു തീർച്ചയായിട്ടും കണ്ണ് നിഷേധിക്കുന്നു, ലൗഅ ശംസി സൂര്യൻ്റെ ആ വെളിച്ചത്തെ, മിൻ റമദിൻ അവൻ്റെ കണ്ണ് ചെങ്കണ്ണ് രോഗി ആയതിനാൽ, വയുൻകിറുൽ ഫമു വായ നിഷേധിക്കുന്നു, അവൻ ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന ആ വായ നിഷേധിക്കുന്നു, തുഅമൽ മായി വെള്ളത്തിൻ്റെ രുചിനെ നിഷേധിക്കുന്നു, മിൻ സഖമിൻ ആ വായിക്ക് രോഗം വന്നതിനാൽ. ആദ്യം പറഞ്ഞത് അവൻ്റെ കണ്ണിനിക്ക് രോഗം ബാധിച്ചു, ചെങ്കണ്ണ് ബാധിച്ചത് കൊണ്ട് അവന് സൂര്യൻ കാണുമ്പോൾ സൂര്യൻ്റെ പ്രകാശം അവനക്ക് കൃത്യമായി കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അവൻ സൂര്യൻ പ്രകാശത്തെ നിഷേധിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് അവനക്ക് രോഗം വന്ന കാരണം കൊണ്ട് അവൻ്റെ വായക്ക് ഭക്ഷണത്തിൻ്റെ രുചി കിട്ടുന്നില്ല, വെള്ളത്തിൻ്റെ രുചി അവനക്ക് ലഭിക്കുന്നില്ല, അതുകൊണ്ട് ആ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും രുചിനെ അവൻ നിഷേധിക്കുന്നു എന്നതുപോലെയാണ്. സത്യത്തിൽ ഇവിടെ സൂര്യനിക്ക് പ്രകാശമുണ്ട്, ഭക്ഷണത്തിന് രുചിയുണ്ട്. എന്നതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ അവൻ അറിഞ്ഞിട്ട് ഈ ഹക്കായ ദീനെ നിഷേധിക്കുന്നത്. അവനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അവൻ രോഗിയാണ്, അവൻ കുരുടനാണ് എന്നത് ഇവിടെ മനസ്സിലാക്കി തരികയാണ്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഹക്കിനെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ കൊണ്ടുവരുവാനും ബാത്തിലിനെ മനസ്സിലാക്കി അതിനെ വെടിയുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.